വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് SIT പ്രത്യേകമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകേണ്ടിയിരുന്ന വീണ ടി സമയം കൂടുതൽ ചോദിച്ച പശ്ചാത്തലത്തിൽ ഇപ്പോഴിതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയ്ക്ക് വീണ്ടും സമൻസ് അയച്ചിരിക്കുകയാണ്. അടുത്ത ബുധനാഴ്ച ഹാജരാകണം എന്നുള്ളതാണ്. മാസപ്പടി കേസിൽ ആയിരുന്നു ഇന്ന് വീണയ്ക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ED നോട്ടീസ് നൽകിയിരുന്നത്. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് വീണ ഇന്ന് ഹാജരാകാൻ സാധിക്കില്ല എന്ന് മെയിൽ അയച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് ബുധനാഴ്ച ഹാജരാകണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇവരെ പോലെയുള്ള വലിയ വലിയ VIP-കൾക്ക് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല വഴികളാണുള്ളത്. വീണ വിജയനെ ഇന്ന് ഹാജരാകണമെന്ന് പറഞ്ഞിട്ട് ED നോട്ടീസ് അയച്ചതാണ്. പക്ഷേ ഇന്ന് ആരോഗ്യപരമായ കാരണത്താൽ വൈറൽ ഫീവർ ആണോ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഹാജരാകാൻ പറ്റത്തില്ല എന്ന് തിരിച്ച് ഇമെയിൽ അയച്ചു. പക്ഷേ ഇമെയിൽ അയച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ തന്നെ തിരിച്ച് ED ഇപ്പൊ നോട്ടീസ് അയച്ചേക്കാണ് അടുത്ത ബുധനാഴ്ച ഹാജരായേ പറ്റത്തുള്ളൂ എന്ന്. ഇനിയിപ്പം അടുത്ത ബുധനാഴ്ച എന്ത് വേലയാണോ ഇറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? പല രീതിയിൽ പല കാരണങ്ങൾ പറഞ്ഞിട്ട് മാക്സിമം സമയം നീട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. എങ്ങനെയെങ്കിലുമൊക്കെ സമയം നീട്ടണം. ഈടിയുടെ മുമ്പിൽ അപ്പിയർ ആകുമ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സമയം നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട് പല വേലകൾ കാണിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഇപ്പൊ നമ്മുടെ നാട്ടില് സർക്കാർ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലാതെ ടാക്സ് അടയ്ക്കേണ്ട രീതിയിൽ വരുമാനമുള്ള ജനങ്ങള്, അവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരാണ്. അവര് ഗവൺമെന്റിന്റെ കയ്യിലേക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്ത് എല്ലാ രേഖകളും കൃത്യമാക്കി വെച്ചിട്ടാണ് ജീവിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഊറ്റിപ്പിഴിഞ്ഞെടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഗവൺമെന്റ് ടാക്സ് ആയിട്ടും എല്ലാം ഊറ്റിപ്പിഴിഞ്ഞെടുക്കാറുണ്ട്. സത്യമല്ലേ? എന്നാൽ ഇവരെ പോലെയുള്ള VIP-കൾ, ലക്ഷക്കണക്കിന് രൂപ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ട ഇതുപോലെയുള്ള VIP-കൾ ഇത്തരം തട്ടിപ്പുകൾ നടത്തുമ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ പല ഇതാണ്. ഇപ്പൊ ഈ CMRL തട്ടിപ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതെന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സലോജിക് സൊല്യൂഷൻ എന്ന് പറയുന്ന വീണ വിജയന്റെ ഒരു ടെക് കമ്പനി ഉണ്ട്, ഒരു ടെക് ഫേം. ആ ഒരു ടെക് കമ്പനിയിലേക്ക് CMRL ആവശ്യമില്ലാതെ ഒരു 1.72 കോടി രൂപ പേയ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ആ ഒരു സമയത്താണ്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഈ ഒരു പേയ്മെന്റ് എല്ലാം നടന്നേക്കുന്നത്. ആ പേയ്മെന്റിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അതായത് ഈ എക്സലോജിക് സൊല്യൂഷൻ പ്രത്യേകിച്ച് ഇത് അവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല. ചെയ്തു കൊടുക്കാതെയുള്ള പേയ്മെന്റ് ആണ്, ചെയ്ത സർവീസിനുള്ള പേയ്മെന്റ് അല്ല. അപ്പൊ അതിനകത്ത് തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഇത് മാത്രമാണ് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചേക്കുന്നത്. ED വലിയ അന്വേഷണമൊക്കെ നടത്തിയിട്ടും ഈ ഒരു 1.72 കോടിയുടെ മാത്രം തട്ടിപ്പ് മാത്രമേ ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. അല്ലാതെ തന്നെ ഇവർ എത്രയോ കോടിക്കണക്കിന് രൂപ മുക്കിയിട്ടുണ്ടാകും. അതിനൊന്നും തെളിവുകളും ഇല്ല, ഒന്നുമില്ല. എന്നാൽ ഈ ഒരു കാര്യത്തിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളും. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, അതിനിപ്പം ഇങ്ങനെ പതുക്കെ അങ്ങ് മാഞ്ഞു പോകത്തേ ഉള്ളൂ. എത്ര സ്വർണം മുക്കിയിട്ടുണ്ട്, എത്ര സ്വർണം ഇവരൊക്കെ കട്ടുകൊണ്ട് പോയി, ഇവരുടെയൊക്കെ കയ്യിൽ എത്ര രൂപ പോയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് വല്ല ധാരണയുണ്ടോ? ഒരു ധാരണയില്ല. ഒന്നാമത്തെ കാര്യം, ഈ ക്ഷേത്രങ്ങളിലെയൊക്കെ സ്വത്തുകളൊന്നും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല, കൃത്യമായിട്ട് കണക്കുകൾ എടുത്തിട്ടില്ല. അതുകൊണ്ടൊക്കെ ഇവർമാർക്ക് ഈസി ആയിട്ട് കൈയിട്ട് വാരാം. ആർക്കും ഈസി ആയിട്ട് കൈയിട്ട് വാരാം എന്നുള്ളൊരു അവസ്ഥയാണ്. കേരളത്തിലെ ഖജനാവായിക്കോട്ടെ, കേരളത്തിലുള്ള മറ്റ് ക്ഷേത്രങ്ങളുടെ കാര്യമായിക്കോട്ടെ, ഇവിടെ വന്നിട്ടുള്ള ഭരിക്കുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് കൈയിട്ട് വാരാം. അവരുടെ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ സുഖമായിട്ട് സുഖിച്ച് ജീവിക്കാം. അവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ കോടിക്കണക്കിന് രൂപ അവരൊക്കെ സർക്കാരിനെ ഇഷ്ടംപോലെ ടാക്സ് വെട്ടിക്കുന്നു. അവർക്ക് ടാക്സും വെട്ടിപ്പ് നടത്താം, എല്ലാം നടത്താം. അവരെ ഒന്നും ആരും പിടിക്കുന്നുമില്ല, അവർക്കൊന്നും ശിക്ഷ കിട്ടുന്നുമില്ല.